കയ്യെ കുത്ത് കരിങ്കുത്ത്. പള്ളിക്കൂടത്തിൽ ചേർക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുക പാവം. അനാഥാലയത്തിലേക്ക് അവിടുന്ന് അവൾ അറിഞ്ഞിട്ടില്ല. നാളെ കൊണ്ടുവിട്ടാ പിന്നെ ഒരിക്കലും ഒന്ന് കാണാൻ പോലും പറ്റില്ല. അതവിടുത്തെ നിയമം. എന്റെ വറ്റിന്ന് അതിന്റെയും വയറ് നിറച്ചോളാം. ഒരു ശല്യം ഇല്ലാണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളൂ. അത് ഈശ്വരനെ ഓർത്ത് ഞാൻ കാല് പിടിക്കും. മോളെ, പുസ്തകമൊക്കെ എടുത്തായിരുന്നു? ചെന്ന് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് വാ. പതുക്കെ. ഞാൻ പോവാ. അവിടെ നിൽക്ക്. അറവുകാരന്റെ മനസ്സിൽ പോലും ഉണ്ടാവും ഒരിറ്റ് ദയ. ഇതേതാണ്ട് അമ്മേ, അമ്മേ. എന്റെ മക്കൾ നന്നായി പഠിക്കണം. അമ്മ പ്രാർത്ഥിക്കാം കേട്ടോ. ഇത് വെച്ചു അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയാ. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ വേറെ ദൈവ. അപ്പൂപ്പൻ പറഞ്ഞു മുന്നോട്ട് എന്ത് പറഞ്ഞാലും അയ്യപ്പസ്വാമി കേൾക്കും. ആനയെ തല്ലി കുടിയമ്പാപ്പാനെ തൊഴി കൊടുക്കും. അപ്പൂപ്പനോട് ചോദിച്ചു നോക്ക്. പക്ഷെ ഒരു കാര്യം മാത്രം എത്ര പറഞ്ഞിട്ട് അയ്യപ്പസ്വാമി കേട്ടില്ല. എന്റെ അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുപോലെന്ന് പറഞ്ഞിട്ട്. എന്റെ മക്കളെ, ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഇവളെവിടെ പോകുന്നില്ല. ഇവളിവിടെ വളരും, എന്റെ കുഞ്ഞായിട്ട്.
ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയി എനിക്ക്. ഈശ്വരൻ തന്ന നീതി അവള്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെങ്ങനെയാ അനാഥയാവുന്നേ? ഇവളെ ഞാൻ വിട്ടുതരില്ല, എവിടേക്കും വിട്ടുതരില്ല. ഇവളെ ഞാൻ വളർത്തും എന്റെ കുഞ്ഞിനെ. അതിനെനിക്ക് ആരുടെ അനുവാദം വേണ്ട. മോള് കൂടി അതിനിവിടെ വളർത്തണം. ഞാനൊന്ന് കാണട്ടെ. നീ ഇതിനും കൊണ്ട് പോവാൻ തീരുമാനിച്ചു തന്നെയാ. എന്റെ കുഞ്ഞിനെ കൊണ്ട് അന്തി ഉറങ്ങാൻ പറ്റാത്ത നിങ്ങളുടെ കൊണ്ടാരെങ്കിൽ പോവാ, മതിയാക്ക. അയ്യോ മതിയായച്ചാ. ഇവളെ അനാഥയാക്കിയിട്ട് എനിക്ക് എന്തിനച്ഛ ഒരു ജീവിതം? പൂരപ്പറമ്പിലോ കടത്തിനിയിലോ എവിടെയായാലും എനിക്ക് എന്റെ അച്ഛന്റെ സ്നേഹം ഉണ്ടല്ലോ. എനിക്കത് മതി. എനിക്ക് എന്റെ പൊന്നു മക്കളുണ്ടല്ലോ. നമുക്കത് മതി അച്ഛാ. അവളുടെ ഒരു പാണ്ടാരം. രാധേക്കന്റെ പുതിയ വീട് കൊള്ളാം അല്ലേ മുതലാളി? നമ്മളിനി ഒന്ന് ഉച്ച കഴിയുമ്പോ മല ഇറങ്ങേണ്ടി വരുവോ? ഇറങ്ങേണ്ടി വരും. നല്ല നടപ്പാ. ഇങ്ങനെ പോയാൽ മുതലാളിയുടെ മുട്ടുവേദന കൂടത്തേ ഉള്ളൂ. മുട്ടയിൽ എന്നാടാ കിഡ്നി ഇരിക്കുന്നത്? മുട്ടുവേദനിച്ച ആ മുട്ടി ഓനാച്ച മുലടി വെട്ടി താഴെ ഇട്ടിട്ട് 1.5 കാലി മലയിറങ്ങി പോരും. രാധക്കൊച്ചിനെ കാണാൻ ഇങ്ങനെ മുതലാളി പോകണ്ടായോ? അങ്ങോട്ടോ? ചമ്പ്രാമതിയിലേക്ക്. കൂട്ടുകൂടി കാട് കാണാൻ വന്ന അപ്പക്കാര ഓരാച്ചനെ ഈ കാട്ടുമുക്കി കുരുക്കിയിട്ടത് എന്താ നിനക്കറിയാവോ? ഈ പുഴമണല്ല സ്വർണം. പിന്നെ രാധപ്പെട്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അവളെ കണി കാണാനാടാ വീടും കൂടും വിട്ട് ഓനാച്ചൻ ഇവിടെ പൊറുതി ഉറങ്ങി. കെട്ടിയോളും കൂടെ അടിച്ചു പിരിയാൻ ഉണ്ണിയാളച്ചന്റെ ഭണ്ണാരപ്പെട്ടിയിൽ കാശിത്രയായിട്ട് എന്നെ ലോറിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിന്റെ തലേന്ന് അവനൊന്ന് ഞെട്ടിച്ചു. പെണ്ണും പിള്ളയുടെ മുഖത്ത് നോക്കാതിരുന്ന അവൻ അന്നവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. ഒരു പായി കിടക്കുന്നതും ഞാൻ കണ്ടു. കഥ ആ വഴിക്ക് പോയാ പിന്നെ ഓനാച്ചൻ എന്നാത്തിനാണ് ഉറക്കളച്ചത്? അതല്ലേ ഒരാഴ്ച രാമൻ അവന്റെ നെഞ്ചത്ത് തന്നെ പണി കൊടുത്തത്. ആ പണി കർത്താവ് തമ്പുരാൻ പൊലിപ്പിച്ചു. ഇപ്പോഴേ 2 പാത്രം. അവൻ പോയാ പിന്നെ ഇവിടെ ഇടവും പോലും 2 വേതാളൻ. തന്തയ്ക്ക് പിന്നെ വിസ കിട്ടാറായതാ. പിന്നെ ആ കുരുന്ന് പെങ്കൊച്ചിന്റെ കാര്യവാ. അതിന് കർത്താവ് വല്ല വഴിയും കാട്ടും ഇല്ലയോടാ? അവന്റെ ഒരു കൊന്ത. എന്റെ മാധവേ, മറന്നു. ഇന്നല്ലേ 18. ആച്ചിത്തള്ള പറഞ്ഞ 18-ാം നാള്. പൊന്നോടേ കാര്യം അങ്ങ് മറന്നു. വാടാ.
കിട്ടിയോ കിട്ടിയോ ആ, കിട്ടി സ്വർണം ചാവുകയത്തിലെ പൊന്ന് വാ 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 വാ. കണ്ടോ തനി തങ്ക നോക്കേ നോക്ക് കണ്ടോ നോക്ക് ഇത് കല്ലല്ലേ ദിവാര? എവിടെ എന്റെ പൊന്നെവിടെ മുങ്ങിയെടുത്തതാ ഞാൻ മുങ്ങിയെടുത്തതാ ഇതല്ല ഇതല്ല എന്റെ പൊന്നെവിടെ അയ്യോ മക്കളെ വാ വാ. അപ്പോ